ഇപ്പൊ ആർമിക്കാരുടെ സമയമാണല്ലോ. എന്ത് തോന്നുന്നു ഇപ്പൊ? അത് ശരി, അതെ, നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ ആവേശമാണ്. ഇനിയും എനിക്ക് ഈ വീഡിയോയിൽ തന്നെ ഒരു കല്യാണം ഉണ്ട് അല്ലേ, നവംബറിലേക്ക്. അപ്പം അന്ന് മീനാക്ഷി നാത്തൂനായിട്ട് നിൽക്കും. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് കേസാണ്. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? കോട്ടയത്താണ്. ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ അച്ഛനാണ്. സാറിന്റെ പേരെന്താണ്? സൈലേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ ആർമി. അത് ശരി. അപ്പൊ എത്ര വർഷമായി റിട്ടയർഡ്? 24 വർഷം. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ ആർമിക്കാരുടെ സമയമാണല്ലോ. എന്ത് തോന്നുന്നു ഇപ്പൊ? അത് ശരി, അതെ, നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ ആവേശമാണ്. അപ്പൊ തുടങ്ങേണ്ടത്. ഓക്കെ, എന്താ മോളുടെ പേര്? മീനാക്ഷി. അപ്പൊ മീനാക്ഷിയുടെ കല്യാണമാണ്. അപ്പൊ മീനാക്ഷി കല്യാണമായിട്ട് തന്നെ നമുക്ക് നടത്താം അല്ലേ? അപ്പം മീനാക്ഷിയുടെ വെഡിങ്ങിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇനിയും എനിക്ക് ഈ വീട്ടിൽ തന്നെ ഒരു കല്യാണമുണ്ട് അല്ലേ, നവംബറിലേക്ക്. അപ്പം അന്ന് മീനാക്ഷി നാത്തൂനായിട്ട് നിൽക്കും. അപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് അവരാണ് ആദ്യം ബുക്ക് ചെയ്തത്, പിന്നെ മീനാക്ഷിയുടെ, പിന്നെ നിങ്ങൾ ഡേറ്റ്. അതെ, മോക്ക് വേണ്ടിയാണ്. അതെ, ആദ്യം നിങ്ങളാണോ ഡേറ്റ് എടുത്തത് അതോ അവരാണ്? നിങ്ങൾ തന്നെ. അതായത് ചേച്ചിയുടെ മോന്റെ കല്യാണമാണ് നവംബറിൽ. മോന്റെ കല്യാണത്തിനും മേക്കപ്പ് ദൈവം സഹിച്ച് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അന്നും എനിക്ക് മീനാക്ഷിയെ കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ നമുക്കിനി മീനാക്ഷിയുടെ എന്തെങ്കിലും പറയാനുണ്ടോ മീനാക്ഷിയുടെ മേക്കപ്പിനെ കുറിച്ച്? ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് ഇന്ന്. അപ്പൊ അവളെ ഏറ്റവും സുന്ദരിയായിട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ വളരെ ഹാപ്പിയാണ്. അതെ, അമ്മയെ പോലെ തന്നെ സുന്ദരിയാക്കണം എന്നാണ്. മൂത്ത ഇളയ മോളല്ലേ? ശരി ചേച്ചി. ഞങ്ങളുടെ പണ്ടത്തെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്കറിയില്ല ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ. അപ്പോഴാണ് ഇങ്ങനെ അവരുടെ ഫാമിലി ഫ്രണ്ടാന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഈ ഒരു വഴി തെളിഞ്ഞു വന്നപ്പോൾ. താങ്ക് യു. സിനിമാറ്റിക് എന്നെ കൊച്ചിലെ ഡാൻസ് പഠിപ്പിക്കാൻ വീട്ടിൽ ആള് വന്നിട്ടുണ്ട്. കൊച്ചിന്റെ അയാളെ ഞാൻ മൊന്ത എടുത്തെറിഞ്ഞ്. ചേച്ചിയുടെ പിന്നെ ഡാൻസ് നമ്മുടെ ഇതിന് വേണ്ടി അരങ്ങേറ്റം വരെ നടത്തി. സിനിമാറ്റിക് ചെയ്യത്തില്ല, ഡാൻസ് കളിക്കും. അവക്കൊരു ഡാൻസ് ഫീച്ചറും ഉണ്ട് കേട്ടാ. ചേച്ചിയുടെ മോളാന്ന് പറയൂ അവളൊക്കെ. സൂപ്പർ. സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക്
ഒറിജിനൽ സ്മൈൽ വരുമ്പോ നല്ലതാണ്. എനിക്കറിയായിരുന്നു ആ സ്മൈല് കാണാൻ വേണ്ടി ഞാൻ ഒറിജിനൽ സ്മൈൽ വരുമ്പോ ഭംഗി. അതുവരെ ഇങ്ങനെ ടെൻഷനിലിരിക്കുക, എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കും. അതെനിക്കറിയാം. ആ നോട്ടം എല്ലാം എനിക്ക് മനസ്സിലാവും, ഞാനിതൊന്നും കാണുന്നില്ലേ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയുടെ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എത്ര അഭിനയിച്ചാലും അവൾക്കറിയാം എന്റെ ഒറിജിനൽ വരുമ്പോഴും അല്ലാതെ കണ്ണാടിയാണ്. അതെ, കണ്ണാടി, അവളുടെ കണ്ണാടി ഞാനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കണ്ണാടി കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് അവള് ഹാപ്പി ആയി. ഈ ചിരി ഇത്ര നേരം വന്നിട്ടില്ല, എനിക്കറിയാം. സുന്ദരി ഇനിയുണ്ട് നിനക്ക്. ശരി, എന്റെ ഈ റോബിന്റെ ഉദ്ഘാടനമാണ് നീ ആയത്. അതാ ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. ഇനി എല്ലാവർക്കും കാണാം. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ? ആ, KSF ആണ്. ശരി, എവിടുത്തെ? ആ, ഈവനിങ് ബ്രാഞ്ച്. ഹസ്ബൻഡ് പോണത് KSF. നിനക്ക് പിന്നെ സമയമുണ്ടോ? ഇപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണവാളനാണ്, പക്ഷെ ഇന്നത്തെ അല്ല, ഇന്നത്തെ അളിയനാണ്. അപ്പൊ നമ്മുടെ നവംബർ 3 നമ്മുടെ മണവാളൻ ചെക്കനാണ്. ഇവിടെ ചിരിക്കുന്നതാണ് എന്റെ സന്തോഷം. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയും മോളും കണ്ട ഇപ്പൊ ഇരട്ട പറ്റ പോലെ ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് എന്റെ ഫ്യൂച്ചർ ആണല്ലോ.